ഈ ഒരു പസിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. അതെ, ഇതാണ് റുബിക്സ് ക്യൂബ്. ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 1974 എർണോ റുബിക് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. പുള്ളി കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വെറുതെ ഉണ്ടാക്കിയ കുറെ ചതുര കട്ടകളുടെ ഒരു കൂട്ടമായിരുന്നു ഈ ഒരു റുബിക്സ് ക്യൂബിന്റെ തുടക്കം. പുള്ളി അത് വെച്ച് തിരിച്ചും മറിച്ചും ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഇത് ഷഫിളായി പോവുകയും എന്നാൽ തിരിച്ചത് ഒരേപോലെ കളറാക്കാൻ പാടുപെടുകയും ചെയ്തു. അങ്ങനെ ഇതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കി പുള്ളി ഇതിന്റെ പേറ്റന്റ് എടുക്കുകയായിരുന്നു. അങ്ങനെ മാർക്കറ്റിൽ ഇറക്കി ഈ ഒരു പസിൽ വളരെ ഫേമസ് ആവുകയും ലോകമെമ്പാടോളം വിറ്റഴിക്കപ്പെടുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പസിലുകളിലൊന്ന്, പിന്നെ ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് ചെയ്യപ്പെട്ട പസില്, അങ്ങനെ കുറേ റെക്കോർഡുകൾ ഇതിൻ്റെ പേരിലുണ്ട്. ഈ റുബിക്സ് ക്യൂബിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് 6 സൈഡുകളാണുള്ളത്. ഓരോ സൈഡിലും ഓരോ കളറാണുള്ളത്. പിന്നെ ഇതിൽ 2 തരം പീസുകളുണ്ട്, എഡ്ജുകളും കോർണറുകളും. നമ്മൾ ഷഫിൾ ചെയ്യുമ്പോൾ ഈ എഡ്ജും കോർണറുകളുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അതേസമയം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ സെൻറ്റർ പീസുകൾ അതേ സ്ഥാനത്ത് തന്നെ നിൽക്കും. വേറൊരു അതിശയപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്യൂബ് എത്ര രീതിയിൽ നമുക്ക് ഷഫിൾ ചെയ്യാമെന്ന്, അതുപോലെ എത്ര കോമ്പിനേഷനിൽ ഷഫിൾ ചെയ്യാമെന്നുള്ളതാണ്. 43 ക്വിൻറ്റില്യൺ എന്ന ഒരു സംഖ്യയാണ് പറയുന്നത്. അതായത് 43 ഇട്ടിട്ട് ഏകദേശം 18 പൂജ്യത്തോളം ഇട്ട് അത്രയും വലിയൊരു സംഖ്യയാണ്. ഇത്രയും രീതിയിൽ നമുക്ക് ഈ ക്യൂബിൽ ഷഫിൾ ചെയ്യാം. പിന്നെ ഈ ക്യൂബിനെ പറ്റിയുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ പറയാം. ഈ ക്യൂബ് ഓരോ കളറായിട്ടല്ല സോൾവ് ചെയ്യുന്നത്, ഓരോ ലെയർ ആയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് ലെയർ, ഇതാണ് സെക്കൻഡ് ലെയർ, ഇതാണ് ലാസ്റ്റ് ലെയർ. പിന്നെ നമ്മൾ ഈ ക്യൂബ് ഷഫിൾ ചെയ്ത് വെച്ചിട്ട് വെറുതെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് ചുമ്മാ കറക്കിക്കൊണ്ടിരുന്ന സോൾവ് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ആവില്ല. ഈ ക്യൂബ് നമുക്ക് പല വെർഷനുകളും അവൈലബിൾ ആണ്. വെള്ള പ്ലാസ്റ്റിക് ഉള്ളത്, കറുത്ത പ്ലാസ്റ്റിക് ഉള്ളത്, പിന്നെ സ്റ്റിക്കർ ഇല്ലാത്ത ഈ ഒരു വെർഷൻ. ഈ കാണുന്നതാണ് റുബിക്സ് എന്ന ബ്രാൻഡ് ഒഫീഷ്യലായിട്ട് ഇറക്കുന്ന ക്യൂബ്. ബാക്കിയൊക്കെ വേറെ കമ്പനികൾ ഇറക്കുന്നതാണ്. പക്ഷേ വേറെ കമ്പനികളുടെയാണ് നമുക്ക് സ്പീഡ് ക്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് സ്പീഡിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത് ബാക്കിയുള്ള ക്യൂബുകളാണ്. അതാണ് കുറച്ചുകൂടെ സ്മൂത്ത്. ഈ ക്യൂബിൻ്റെ പിന്നാലെ വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. സ്പീഡ് ക്യൂബേഴ്സ് എന്നാണ് അവരെ വിളിക്കുക. അവരുടെ തന്നെ കോമ്പറ്റീഷനുകളും ഒക്കെ നടക്കാറുണ്ട്. റുബിക്സ് ക്യൂബിൻ്റെ വേൾഡ് റെക്കോർഡ് ഇപ്പം ഏകദേശം 3.5 സെക്കൻഡ് എന്തോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. താങ്ക്